All hope you guys doing well and staying safe. അപ്പം ഇന്ന് നമുക്ക് പെട്ടി പഠിക്കാം ഗൈസ്. അപ്പം ഞാൻ സ്മിറ്റനിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ 6 ട്രയൽ പോയിന്റ്സ് 6 അല്ല 12 ട്രയൽ പോയിന്റ്സിനാണ് കേട്ടോ മേടിച്ചത്. അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. 6 ട്രയൽ പോയിന്റ്സ് നമുക്ക് അല്ലാണ്ട് ആപ്പിൽ നിന്ന് കിട്ടുമല്ലോ. പിന്നെ 6 അല്ലാണ്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. ഓക്കെ, അപ്പം ഞാൻ അത് 1 രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചത്. അത് നമുക്ക് ഇടയ്ക്ക് ഓഫർ വരുമല്ലോ. 6 ട്രയൽ പോയിന്റ്സിന് 1 രൂപ അല്ലേ 35 രൂപ 79 രൂപ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാനത് 1 രൂപയ്ക്കാട്ടോ മേടിച്ചത്. ഓക്കെ, പിന്നെ ഇത് ഞാൻ റെഫർ ചെയ്തിട്ടൊന്നും അല്ല മേടിച്ചത്, അല്ലാണ്ട് പൈസ കൊടുത്തിട്ട് മേടിക്കുമായിരുന്നു. നമ്മൾ റെഫർ ചെയ്തിട്ട് മേടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അതായത് നമ്മുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അതിനകത്തുനിന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ നമുക്ക് 200 രൂപ കിട്ടും. 200 പോയിന്റ്സ് കിട്ടും. അല്ലാണ്ട് നമ്മൾ ഫ്രണ്ട് അത് ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ 20 രൂപയെന്ന് തോന്നുന്നു, 20 രൂപ കിട്ടും അങ്ങനെ. ഓക്കെ, പിന്നെ ഇതിനകത്ത് കുറച്ച് പ്രോഡക്ട്സ് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നൂല്ലേ, അങ്ങനെയുള്ള 2-3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് മേടിക്കുന്ന ഒരു അടിപൊളി സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ സ്കിൻ ടൈപ്പിന് എല്ലാ പ്രോഡക്ട്സും ഒന്നും ഓക്കെ ആയിരിക്കത്തില്ല. അപ്പം അതിന് എത്ര സ്കിൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ പ്രോഡക്ട്സും ഒന്നും ഓക്കെ ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു കുട്ടി പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സോ ഇതൊരു നല്ലൊരു തീരുമാനം തന്നെയാണ്. അപ്പം നമുക്ക് ഞാൻ വീഡിയോയിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് മേടിച്ചതെന്നും അതിൻ്റെ പോയിന്റ്സും എല്ലാം ഞാൻ പറയാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പോകും. ഇത് പൊട്ടുന്നില്ല, വെയിറ്റ്. ഇത്രയാണോ കേട്ടോ ഉള്ളത്. അപ്പം എനിക്ക് തന്നെ കൺഫ്യൂഷനില്ലാത്ത ഏത് ആദ്യം എടുക്കുമെന്ന് ഞാൻ ആദ്യം ഓർത്തു ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് എടുക്കാമെന്ന്. എനിക്ക് ചോട്ട സാധനം ഇച്ചിരിയുള്ളൂ. എൻ്റെ ട്രയൽ പോയിന്റ്സ് വരുമ്പോൾ 2 കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. കുപ്പിയാണ് അടിപൊളിയായിട്ടുണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് എന്തായാലും ഇത് ലാസ്റ്റ് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഞാൻ ലാസ്റ്റ് പിന്നെ അടുത്ത വന്നിട്ട് ഓക്കെ. അപ്പോൾ അടുത്ത വരുമ്പോൾ ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഗ്ലോസ് ബോസ് ലിപ് ബാം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ SPF വരുമ്പോൾ 30 ഉണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ലിപ്സിന് നല്ല സ്മൂത്ത് ആക്കി വെക്കാനും അതേപോലെ സൺ പ്രൊട്ടക്ഷനും ഉണ്ട് കേട്ടോ. നമ്മൾ ലിപ് ബാം എപ്പോൾ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ SPF വരുമ്പോൾ 30 ആണ്. ഇതിൻ്റെ ഒരു കൊക്കോ മിൻ്റ് ആട്ടോ ഇതിൻ്റെ വരുന്നത്. പിന്നെ ഇത് നോൺ സ്റ്റിക്കി ആണ്. നമ്മുടെ ഡ്രൈ ലിപ്സൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇത് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ്. കാരണം എൻ്റെ ലിപ്സ് നല്ല ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നു. സോ അത് കാരണം ഞാൻ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും ഒന്ന് പൊടിച്ച് നോക്കാം. മുട്ടായിയുടെ മണം, പൊട്ടിക്കുമ്പോഴേ മുട്ടായിയുടെ മണം, അടിപൊളി. ഓക്കെ ഗൈസ്, ഇത് അടിപൊളി സാധനം കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഉള്ള ആ കവർ പോലും ഇളക്കിയിട്ടില്ല. ഓക്കെ, കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനൊരു ചുമന്ന സാധനം, ചുമന്ന കളറാട്ടോ. ഓക്കെ, എന്താ ഡീറ്റെയിൽഡ് കാര്യം ഞാൻ ഷോർട്സിലിടാം കേട്ടോ. അതിൻ്റെ ഞാൻ ട്രയൽ പോയിന്റ് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. എൻ്റെ ട്രയൽ പോയിന്റ് വരുമ്പോൾ 2 ആണ്. അതേപോലെ തന്നെ അത് 12 ഗ്രാം ഉണ്ട് കേട്ടോ. അതിൻ്റെ വേറെ കുറേ കളേഴ്സും അവൈലബിൾ ആണ്, ഫ്ലേവേഴ്സും അവൈലബിൾ ആണ്. അതിനിപ്പോൾ സ്മിറ്റണിൽ കിടക്കുന്നത് 6 ട്രയൽ പോയിന്റ്സ് എന്നാണ്. ഞാൻ മേടിക്കുമ്പോൾ ഇതിന് 2 ഉള്ളായിരുന്നു. ഓക്കെ, അപ്പം അടുത്ത വന്നിട്ടാണ് ഈ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ലിപ് സ്ക്രബ്. ഓക്കെ, ഓഹോ ഇത് പാക്കിംഗ് ഉള്ളു. ഇതത് ഇച്ചിരി ഉള്ളി ചോട്ട സാധനം ഗസ്. ഇതിൻ്റെ ഫ്ലേവർ വരുമ്പോൾ മിൻ്റ് ആണ് കേട്ടോ.
എൻ്റെ ട്രയൽ പോയിന്റ് വരുമ്പോൾ 2 ആണ്. അതിൻ്റെ ട്രയൽ പോയിന്റ് വരുമ്പോൾ 1 ആണ്. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കാം. ഇവിടുത്തെ സാധനം എടുത്തുണ്ട്. കൊള്ളാം, നല്ല മണമുണ്ട്. ഇതൊരു ആയുർവേദിക് ലിപ് ബാം, ലിപ് സ്ക്രബാണ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും അതേപോലെ തന്നെ ഡിസ്കളറേഷൻ ഇല്ലേ, ചുണ്ടിലുള്ള കറുപ്പ്, അത് മാറ്റാനും ഒക്കെ അടിപൊളിയാണ്. നമ്മുടെ ലിപ്സ് നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കും. ഓക്കെ, ഇതിനകത്തൊരു തരിതരി പോലുണ്ട്. അതെല്ലാം ഞാൻ ഇതിൻ്റെയും ഇട്ടിട്ടുള്ള ഷോർട്സ് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വരുമ്പോൾ ഈ ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ് കേട്ടോ. ഇതിൻ്റെ ട്രയൽ പോയിന്റ്സ് വരുമ്പോൾ 1 ആണ്. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ ഒരു ഓയിലി സ്കിൻ അല്ല, ഒരു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ആൽക്കഹോൾ ഫ്രീ ആണ്, ഇച്ചിരി ഉള്ളത്. ഇത് 50 ml ആട്ടോ. ഇത്രയുണ്ട്, ഒരു 1 month ഒക്കെ യൂസ് ചെയ്യാനുള്ള ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മുടെ ഫേസിലെ ആക്നെയൊക്കെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് മാറ്റാനും ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിലെ pH മാറും. അത് ഒന്ന് കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു pH ലെവൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ റേറ്റിംഗ് വരുമ്പോൾ 4.2 ആണ് 5-ൽ. ഓക്കെ ആണ്. ഞാൻ മുമ്പേ കാണിച്ച 3 പ്രോഡക്ട്സും 4.something റേറ്റിംഗ് ഉള്ളതാണ്. അപ്പം അതും അടിപൊളി സാധനമാണ്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, നല്ലതായിരിക്കും. അപ്പം അടുത്ത വന്നിട്ട് ഈ ഒരു മാമാഅർത്തിൻ്റെ ബീട്രൂട്ട് മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ച് മേടിച്ചതാട്ടോ. കാരണം ഇത് അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുമ്പോൾ 20 gram. ഇത് നമ്മുടെ 48 hours ഹൈഡ്രേഷൻ തരും നമ്മളൊരു തവണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്തുള്ളത് ബീട്രൂട്ട് എക്സ്ട്രാക്റ്റ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, നൈനാസിനാമൈഡ് ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഫേസിന് അടിപൊളിയാണ്. പിന്നെ ഇത് നമ്മൾ അപ്ലൈ കഴിയുമ്പോൾ നമ്മുടെ ഫേസിനൊരു പിങ്ക് ഗ്ലോ തരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ റേറ്റിംഗ് വരുമ്പോൾ 4.2 ആണ് 5-ൽ. ഓക്കെ, ഇതിനകത്താണെങ്കിൽ പാരബൺ, മിനറൽ ഓയിൽ, സിലിക്കൺ അങ്ങനെയുള്ള ഒന്നും ഇല്ല. സോ അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മണമുണ്ട് ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഒരു തിളക്കം പോലെയൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് സ്കിന്നിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറയാൻ കേട്ടോ. ഓക്കെ, അപ്പം ഗായ്സ്, അപ്പം നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഇത് ഡോക്കിൻ്റെ സൺസ്ക്രീൻ ആണ്. 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാറ്റിക്. ഓക്കെ, ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഇത് വന്നിട്ട് 30 gram ആട്ടോ ഇതിനകത്തുള്ള ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് വന്നിട്ട് 15 ഉണ്ട്, PA++++ ഉണ്ട്. അതേപോലെ തന്നെ UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് ബ്ലൂ ലൈറ്റിൽ നിന്നും എല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മൾ ഇനി ഫോൺ നോക്കുമ്പോഴാണെങ്കിലും ലാപ്ടോപ്പ് നോക്കുമ്പോഴാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് 4 ട്രയൽ പോയിന്റ്സ് ആട്ടോ ഇതിൻ്റെ ഇത് വരുന്നത്. ഇത് 4.5 റേറ്റിംഗും ഉണ്ട്. ഇത് വന്നിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നതിന് 50 minutes മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓരോ 4 മണിക്കൂർ കഴിയുമ്പോഴും നമ്മളിത് അപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ് ഗൈസ്, പെട്ടെന്ന് അപ്ലൈ ആവുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാട്ടോ കേട്ടോ. ഈ ഡോക്കിൻ്റെ ഇത് നല്ല റേറ്റിംഗ് ഉള്ള സംഭവമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി വലിയ പാക്കറ്റ് മേടിക്കാം. ഫ്രാഗ്രൻസ് ഫ്രീ ശരി, അവർ പറഞ്ഞ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഇതാണെങ്കിലും അടിപൊളിയാണ് ഗായ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഗൈസ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ കുറേ നേരം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക തുറക്കാൻ വേണ്ടിയിട്ട് തുറക്കാനേ പറ്റുന്നില്ല. എനിക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടായിരുന്നു. കുഴപ്പമില്ല പട്ടല്ലേ. എന്തായാലും നമ്മൾ സ്മിറ്റണിൽ നിന്ന് മേടിക്കുമ്പോൾ എല്ലാ ട്രയൽ പോയിന്റ്സും നമ്മൾ മേടിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് നല്ലത് കിട്ടണമെന്നൊന്നും ഇല്ല, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലത് നമ്മൾ ഓർഡർ ചെയ്യുന്ന അതേ സാധനം തന്നെ കിട്ടും, അതേ ക്വാളിറ്റി ഉള്ളത് കിട്ടും. ചിലത് ഇങ്ങനെ ഇരിക്കും. അത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കാൻ തുറക്കാൻ പറ്റുമോ? ഇപ്പം എന്തായാലും പറ്റുന്നില്ല തുറക്കാൻ. ഞാൻ കടിച്ചു വരാൻ നോക്കി എന്നിട്ടും പറ്റുന്നില്ല. ഓക്കെ, അപ്പം സ്മിറ്റണിൽ നിന്ന് മേടിക്കുമ്പോഴാണെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ മേടിക്കുന്നത് നല്ലത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അല്ലേ ഇത് നമ്മുടെ സ്കിൻ ടൈപ്പിന് ഓക്കെ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ മേടിക്കുമ്പോൾ അതൊരു മികച്ചൊരു കാര്യമാണ്. പക്ഷേ എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ പ്രോഡക്ട്സും അതിനകത്തില്ല. ചില ബ്രാൻഡിൻ്റെ അത്യാവശ്യം ഒരു നല്ല റേറ്റിംഗ് ഉള്ള സാധനമൊക്കെ അതിനകത്തുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളും സംഭവിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിത് റിട്ടേൺ അടിക്കാനോ അല്ലെ എക്സ്ചേഞ്ച് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ ട്രയൽ പോയിന്റ്സിന് മേടിക്കല്ലേ, അപ്പം നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്ക് എന്താണോ കിട്ടുന്നത് അത് നമ്മൾ എടുക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും വലിയ പാക്കറ്റ്സിനുള്ള മേടിക്കാം. പക്ഷെ അത് മേടിക്കുമ്പോൾ നമുക്ക് റിട്ടേൺ അടിക്കുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പം ഞാൻ വീഡിയോ നിർത്തുകയാണ് ഗായ്സ്. ടാറ്റാ ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.